രാധേ രാധേ. ഗോസ്വാമി സാക്ഷാൽ തുളസീദാസിന്റെ മുന്നിൽ ശ്രീരാമ ഭഗവാൻ അങ്ങനെ പ്രത്യക്ഷനായി. അദ്ദേഹം ശ്രീരാമ ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ശ്രീരാമ ഭഗവാൻ അനുഗ്രഹിച്ചു. വാർത്ത കാട്ടുതീ പോലെ പരക്കുകയാണ്. സാക്ഷാൽ ശ്രീരാമ ഭഗവാന്റെ ദർശനം തുളസീദാസിന് കിട്ടിയിരിക്കുന്നു. ഈ വാർത്ത അന്നത്തെ മുഗൾ ചക്രവർത്തിയായ അക്ബർ ചക്രവർത്തിയുടെ കാതുകളിലെത്തി. അക്ബർ ചക്രവർത്തി പറഞ്ഞു, നമുക്ക് തുളസീദാസിനെ കാണണം. അങ്ങനെ തുളസീദാസ് അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെത്തി. അങ്ങനെ തുളസീദാസിനെ സ്വീകരിച്ചിരുത്തിയിട്ട് അക്ബർ ചക്രവർത്തി പറഞ്ഞു, തുളസീദാസേ, നിനക്ക് ശ്രീരാമ ദർശനം കിട്ടിയിരിക്കുന്നു. എനിക്കും ശ്രീരാമനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. നീ എനിക്ക് ശ്രീരാമനെ കാണിച്ചു തരണം. അപ്പൊ തുളസീദാസ് പറഞ്ഞു, ചക്രവർത്തി, അസാധ്യം. ഏതൊരുവനാണോ തൻ്റെ മനസ്സും ശരീരവും പൂർണ്ണമായി ശ്രീരാമ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നത് അവർക്ക് മാത്രമേ ഭഗവാനെ കാണാൻ പറ്റൂ. ഈ മറുപടി അക്ബർ ചക്രവർത്തിയെ വല്ലാതെ കോപമുണ്ടാക്കി, പ്രകോപിപ്പിച്ചു. അക്ബർ ചക്രവർത്തി പറഞ്ഞു, ആരെവിടെ? ഈ തുളസീദാസിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കൂ. അവനെ അവന്റെ സ്വാമി രക്ഷിക്കുന്നത് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ തുളസീദാസിനെ കാരാഗ്രഹത്തിലേക്ക് അടയ്ക്കുകയാണ് ചെയ്തത്. അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്തു? ഹനുമാൻ ചാലിസ എഴുതാനായി തുടങ്ങി. അവധി ഭാഷയിലാണ് എഴുതി തുടങ്ങിയത്. വരുന്നതിൻ്റെ അടുത്ത ബുധനാഴ്ച തൊട്ട് ഞാൻ ഹനുമാൻ ചാലിസയുടെ ക്ലാസ് ആരംഭിക്കുന്നതാണ്. അർത്ഥം അറിഞ്ഞു ചൊല്ലണം, അപാര ശക്തിയാണ്. ഇനി ബാക്കി കേട്ടുകൊള്ളൂ. ഹനുമാൻ ചാലിസ എഴുതി പൂർത്തിയായി കഴിഞ്ഞതോടുകൂടി ദില്ലി നഗരം മുഴുവനും വാനരപ്പട വളഞ്ഞു. ഭയങ്കര നാശനഷ്ടങ്ങൾ വരുത്തി. ജനങ്ങൾ പരിഭ്രാന്തരായി. അക്ബർ ചക്രവർത്തിയുടെ സൈന്യം വാനരപ്പടയെ നേരിടാനിറങ്ങി. ദയനീയമായി അക്ബർ ചക്രവർത്തിയുടെ സൈന്യം തോറ്റു പിന്മാറി. ഒടുവിലാണ് അക്ബർ ചക്രവർത്തി അറിയുന്നത് ഇത് സാക്ഷാൽ ശ്രീരാമദാസനായ ഹനുമാന്റെ വാനരപ്പടയാണെന്നറിയുകയും അപ്പോൾ തന്നെ ആ തുളസീദാസിനെ മോചിപ്പിക്കുകയും തുളസീദാസിനോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. അങ്ങനെ അക്ബർ ചക്രവർത്തിയെ പോലും കിട്ടാ വിറപ്പിച്ച ഹനുമാൻ സ്വാമിയുടെ ഹനുമാൻ ചാലിസ അവധി ഭാഷയിൽ എഴുതിയ ആ ചാലിസ ഇതാ ഉടൻ വരുന്നു. രാധേ രാധേ ചാനലിൽ കാത്തിരിക്കുക.